So, നമ്മൾ ഇന്നൊരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ് സോളിഡ്സ്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. നിങ്ങളുടെ +1 ചാപ്റ്റർ ആണ്. ഇതൊരു കുറച്ച് തിയറി ഉള്ളൂ. ആ തിയറി നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളിത് നോക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ +1 തിയറിയൊക്കെ ഒന്ന് വായിച്ചിട്ട് വേണം ഇത് പഠിക്കാൻ. നോക്ക്, ഇതൊരു വയറാണ്. ഈ വയറിൻ്റെ നീളം L. ഓക്കെ, ഇതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ A. ക്രോസ് സെക്ഷണൽ ഏരിയ A. റേഡിയസ് 6 ആണ് കേട്ടോ. വയറിന്റെ റേഡിയസ് 6 ആണ്. അപ്പം ഞാൻ ഈ വയറിൽ ഒരു ഫോഴ്സ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഈ വയർ എന്ത് പറ്റും? ഇത് എലോങ്ങേറ്റ് ആവും അല്ലേ? ഇതിലൊരു സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. ആ സ്ട്രെസ്സിനെ വിളിക്കുന്ന പേരാണ് ലീനിയർ സ്ട്രെസ്. സ്ട്രെസ്സിന്റെ ഫോർമുല എപ്പോഴും എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ. ഇനി ഇതിലൊരു സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ നീളത്തിലാണ് സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നത്. സ്ട്രെയിൻ്റെ ഫോർമുല ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഇതാണ് സ്ട്രെയിൻ. അപ്പൊ സ്ട്രെസ് കിട്ടി, സ്ട്രെയിനും കിട്ടിയല്ലോ. നമുക്ക് യങ്സ് മോഡുലസ് എത്രയാണെന്ന് പഠിക്കാം. യങ്സ് മോഡുലസ് നമ്മൾ എങ്ങനെ എഴുതുന്നത് വെച്ചാൽ നോക്കാം. സ്ട്രെസ് എന്ന് പറയുന്നത് സ്ട്രെയിനോട് പ്രൊപ്പോർഷണൽ ആണ് വിത്തിൻ ദ ലിമിറ്റ് ഓഫ് ഇലാസ്റ്റിറ്റി. നിങ്ങൾ തിയറി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ വിത്തിൻ ദ ലിമിറ്റ് ഓഫ് ഇലാസ്റ്റിറ്റി. അപ്പം സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു സ്ട്രെയിൻ അല്ലേ? ഈ കോൺസ്റ്റന്റിനെ നമ്മൾ വിളിക്കുന്ന ഈ കോൺസ്റ്റന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയും. ഓക്കെ, അപ്പം ലീനിയർ സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ ഉണ്ടാകുന്ന കേസുകളിൽ നമ്മൾ ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റിയെ വിളിക്കുന്ന പേരാണ് യങ്സ് മോഡുലസ്. അപ്പൊ യങ്സ് മോഡുലസ് ഞാൻ ഇവിടെ എഴുതാൻ പോണേ. എന്തുമായിരിക്കും? മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഈസ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ, ആൻഡ് ഫോർ യങ്സ് മോഡുലസ് ഇറ്റ് ഈസ് ലീനിയർ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിൻ. വാട്ട് ഈസ് ലീനിയർ സ്ട്രെസ്? ഫോഴ്സ് ബൈ ഏരിയ. ആരാ ഫോഴ്സ് കൊടുക്കുന്നത്? ഇപ്പൊ ഞാനിവിടെ ഒരു വെയിറ്റ് ഇടുവാന്നിരിക്കും. ഒരു വെയിറ്റ് ഉണ്ടോ? വെയിറ്റിന്റെ ഇക്വേഷൻ എന്താണ്? mg. അപ്പൊ mg ആണ് ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പൊ സ്ട്രെസ്സിന്റെ അവിടെ ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് ഈസ് mg ഡിവൈഡ് ബൈ ദ ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ ദിസ് ഏരിയ, ക്രോസ് സെക്ഷണൽ ഏരിയ A. ആൻഡ് വാട്ട് ഈസ് സ്ട്രെയിൻ? ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. അപ്പം mgl ബൈ A ഇൻറ്റു ഡെൽറ്റ എൽ. A എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷണൽ ഏരിയ അല്ലേ? അപ്പൊ അതിന്റെ ഫോർമുല എന്താ? πr² ഇൻറ്റു ഡെൽറ്റ എൽ. അപ്പൊ ഇതാണ് എന്തിന്റെ ഫോർമുല? യങ്സ് മോഡുലസിന്റെ ഫോർമുല. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ അടുത്ത മൂവ് ചെയ്യുന്നത് ബൾക്ക് മോഡുലസിലോട്ടാണ്. ബൾക്ക് മോഡുലസ്. വാട്ട് ഈസ് ബൾക്ക് മോഡുലസ്? നോക്കാം, നമ്മുടെ ഒരു ബോഡി ഉണ്ടെന്ന് വിചാരിക്കാം. ഇതാണ് ബോഡി. ഈ ബോഡിയിൽ നമ്മൾ എല്ലാ സെക്ഷനിലും ഉണ്ടോ ഇതുപോലെ ഫോഴ്സ് കൊടുക്കുവാന്ന് വിചാരിക്കാം. പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫോഴ്സ് കൊടുക്കുവാന്ന് വിചാരിക്കാം. നമ്മൾ വിളിക്കുന്ന പേരാണ് നോർമൽ ഫോഴ്സ്. ബിക്കോസ് ദിസ് ഫോഴ്സ് ഈസ് ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ദ ഏരിയ. അപ്പം ഇങ്ങനെ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഈ ബോഡിയിൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. ആ സ്ട്രെസ്സിന്റെ പേരാണ് വോളിയം സ്ട്രെസ്. ആൻഡ് വാട്ട് ഈസ് വോളിയം സ്ട്രെസ്? വോളിയം സ്ട്രെസ് എന്ന് പറയുന്നത് നോർമൽ ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ. നോർമൽ ഫോഴ്സ്, ഇതാണ് ഫോഴ്സ്. ഈ ഫോഴ്സ് ഈ ഏരിയയിലോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. നോക്കാം, നമ്മളൊരു ഫോഴ്സ് ഒരു ഏരിയയിലോട്ട് കൊടുക്കുകയാണ്, പെർപെൻഡിക്കുലർ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് പ്രഷർ കേട്ടോ. അപ്പം നോർമൽ ഫോഴ്സ് ബൈ ഏരിയ, അല്ലെങ്കിൽ നമുക്ക് അതിന് എന്ത് പേര് കൊടുത്ത് വിളിക്കാം? നോർമൽ ഫോഴ്സ് ബൈ ഏരിയ ആണ് സ്ട്രെസ് എന്ന് പറയുന്നത്. നോർമൽ ഫോഴ്സിനെ നമുക്ക് എന്ത് പേരിൽ വിളിക്കാം? പ്രഷർ. സോറി, നോർമൽ ഫോഴ്സ് ബൈ ഏരിയ, അതിന് നമുക്ക് എന്ത് പേര് വിളിക്കാം? പ്രഷർ. സോ ദെയർ ഈസ് ചേഞ്ച് ഇൻ പ്രഷർ. സോ വാട്ട് ഈസ് സ്ട്രെയിൻ? മൊത്തത്തിലല്ലേ സ്ട്രെയിൻ ഉണ്ടാകുന്നത്? ഈ വോളിയം മൊത്തം സ്ട്രെയിൻ ഉണ്ടാകുന്നുണ്ട്. അപ്പം നമ്മൾ അതിനെ എന്ത് സ്ട്രെയിൻ എന്ന് വിളിക്കും? വോളിയം സ്ട്രെയിൻ. ആൻഡ് വാട്ട് ഈസ് ഇക്വേഷൻ ഫോർ വോളിയം സ്ട്രെയിൻ? ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യാമല്ലോ. എങ്ങനെ? വോളിയം സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു വോളിയം സ്ട്രെയിൻ, അല്ലെങ്കിൽ വോളിയം സ്ട്രെസ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു വോളിയം സ്ട്രെയിൻ, അല്ലെങ്കിൽ ദാറ്റ് കോൺസ്റ്റന്റ് ഈസ് വോളിയം സ്ട്രെസ് ബൈ വോളിയം സ്ട്രെയിൻ. വോളിയം സ്ട്രെസ് ബൈ വോളിയം സ്ട്രെയിൻ. ഓക്കെ, വോളിയം സ്ട്രെസ് ഡിവൈഡഡ് ബൈ വോളിയം സ്ട്രെയിൻ. ഓക്കെ, ഈ കോൺസ്റ്റന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൾക്ക് മോഡുലസ്. അപ്പം വോളിയം സ്ട്രെസ് എത്രയാണ്? dp, ചേഞ്ച് ഇൻ പ്രഷർ. വോളിയം സ്ട്രെയിൻ എന്താണ്? ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. ആ വോളിയമാണ് മുകളിലോട്ട് വരുന്നത്. അപ്പം നമുക്ക് ബൾക്ക് മോഡുലസിന്റെ പുതിയൊരു ഫോർമുല കിട്ടിയല്ലോ. എന്താണ്? dp ഇൻറ്റു v ഡിവൈഡഡ് ബൈ dv. അപ്പം ഇത്തരത്തിലുള്ള ഫോർമുലസ് ആണ് നമുക്ക് ഇതിനകത്ത് പ്രോബ്ലംസ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പം ഇതൊക്കെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം, ഫോർമുലാസ് എല്ലാം. ശരി, നെക്സ്റ്റ് നമ്മൾ ഷിയറിംഗ് സ്ട്രെയിൻ, അല്ലെങ്കിൽ ഷിയറിംഗ് സ്ട്രെസ്സും ഷിയറിംഗ് സ്ട്രെയിനും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാം. നോക്കാം, ഇതൊരു ബ്ലോക്ക് ആണ്, ക്യൂബാണ് ശരിക്കും കേട്ടോ. ഇതൊരു ക്യൂബാണ് ശരിക്കും. അപ്പൊ ഈ ഒരു ക്യൂബ് നമ്മൾ ഇവിടെ ആയിട്ടൊരു ലോഡ് കൊടുക്കുകയാണ് കേട്ടോ. ഒരു ലോഡ് കൊടുക്കുകയാണ്. അപ്പൊ എന്ത് പറ്റും? ഇത് 3D ആണ്, ഇത് 2D ആയിട്ട് ഞാൻ വരച്ചേക്കാം. ലോഡ് കൊടുക്കാൻ നേരത്ത് എന്ത് പറ്റും? സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ഈ ക്യൂബ് എന്ത് പറ്റും? കുറച്ചിങ്ങോട്ട് ടിൽറ്റ് ആവും.
കണ്ടോ എത്ര ആംഗിൾ ടിൽട്ടായി? ഒരു 5 ആംഗിൾ ടിൽറ്റ് ആയത് കണ്ടോ? അപ്പൊ നമ്മളിവിടെ ഒരു ലോഡ് കൊടുത്തപ്പോഴല്ലേ ഇതിങ്ങനെ ടിൽറ്റ് ആയത് കണ്ടോ? ഇതൊരു ലോഡാന്ന് ഇരിക്കുക, ഈ ലോഡ് കൊടുത്തപ്പോഴാണ് ഇത് ടിൽറ്റ് ആയത്. ഓക്കെ, അപ്പോ അവിടെ ഉണ്ടായ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷിയറിംഗ് സ്ട്രെസ്. ഷിയറിംഗ് സ്ട്രെസ് ഇസ് ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കൊടുത്ത വെയിറ്റ് ആണ് ആ ഫോഴ്സ് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഭാഗത്തായിട്ടാണ് വെയിറ്റ് കൊടുത്തത് കണ്ടോ, ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ വെയിറ്റ് കൊടുത്തത്. അപ്പോ ഇതിന്റെ ഏരിയ വേണം എടുക്കാൻ. ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഇവിടെ വരച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് നോക്കാം. ഇപ്പോ നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഇതുണ്ടോ, ഒരു സ്ക്വയർ പോലത്തെ ഒരു ഭാഗമല്ലേ, ഇതൊരു ക്യൂബാണ് മൊത്തത്തില്. എന്നാൽ ഈ ക്യൂബിന്റെ ഈ ഒരു ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ക്യൂബിന്റെ ഒരു ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ക്യൂബിന്റെ ഈ ഒരു ഫേസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ക്വയർ അല്ലേ. അപ്പോ ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ അറ്റാച്ച് ചെയ്ത ലോഡിന്റെ വെയിറ്റ് ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയറിന്റെ ഏരിയ ആണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ ഷിയറിംഗ് സ്ട്രെയിൻ. ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രത്തോളം ഇത് ടിൽറ്റ് ആയിട്ടുണ്ട് അതാണ് എന്തെന്ന് പറയുന്നത് ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പം ഷിയറിംഗ് സ്ട്രെസ് ഇസ് പ്രൊപ്പോർഷണൽ ടു എന്താ? ഷിയറിംഗ് സ്ട്രെയിൻ. അല്ലെങ്കിൽ ഷിയറിംഗ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻടു ഷിയറിംഗ് സ്ട്രെയിൻ. ആ കോൺസ്റ്റന്റിന്റെ പേരാണ് റിജിഡിറ്റി മോഡുലസ്. ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ബൈ ദ ഫോർമുല ഷിയറിംഗ് സ്ട്രെസ് ബൈ ഷിയറിംഗ് സ്ട്രെയിൻ. ഷിയറിംഗ് സ്ട്രെസ് എത്രയാ? F by A. ഷിയറിംഗ് സ്ട്രെയിൻ എത്രയാ? 5. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? F by A5. ഫോർമുലാസ് എല്ലാം പഠിക്കുക. അതുപോലെ തന്നെ ഈ 5 എന്ന് കണ്ടുപിടിച്ചെടുക്കാൻ നോക്കുക നിങ്ങൾ. 5 എങ്ങനെ 5 കണ്ടുപിടിച്ചെടുക്കും നോക്ക്. ഈ ഇത്രയും വരെയുള്ള എക്സ്റ്റൻഷൻ ആണ് ഈ എക്സ്. ഇതെല്ലാം ഇതൊരു ട്രയാങ്കിൾ അല്ലേ. അപ്പം 5 tan 5 എന്താ? tan 5 ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ആരാ? എക്സ്. അഡ്ജസ്റ്റന്റ് സൈഡ് ആരാ? എൽ. അപ്പൊ എന്ത് വരും? 5 x by L. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? F by A ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ x by L ആണ്. അപ്പൊ L മുകളിലോട്ട് വരും. അങ്ങനെ നിങ്ങൾക്ക് റിജിഡിറ്റി മോഡുലസിന്റെ ഇക്വേഷൻ കിട്ടി. G ഈക്വൽ ടു എന്താ? FL by A ഇൻറ്റു എക്സ്. ക്ലിയർ ആണല്ലോ ഐഡിയ? ശരി, അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. നിങ്ങളുടെ എക്സാമിനും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ദേ നോക്ക്. ലെങ്ത് ഓഫ് എ വയർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 2%. ഒരു വയറിന്റെ നീളം എത്ര ശതമാനം കൂടി? 2% കൂടി. ഓക്കെ, ബൈ applying a load of 2.5 kilogram. What is the linear strain produced in the wire? അപ്പോ ഒരു വയറുണ്ട് കണ്ടോ, ഈ വയറിൽ നമ്മളൊരു ഫോഴ്സ് കൊടുത്തപ്പം 2% അതിന്റെ നീളം കൂടി. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഡെവലപ്പ് ചെയ്ത സ്ട്രെയിൻ എത്രയാന്നുള്ളതാണ് ചോദ്യം. നോക്ക്, വയറിന്റെ ഒറിജിനൽ നീളം L ആണെന്ന് വിചാരിക്കാം. എല്ലിന്റെ കൂടെ എല്ലിന്റെ എത്ര ശതമാനം കൂടി? 2%. 2% എന്ന് പറഞ്ഞാൽ എല്ലിന്റെ 2%. ഒറിജിനൽ ആയിട്ടുള്ള ലെങ്ത് L ആണ്, അതിന്റെ കൂടെയാണ് ഒരു 2% കൂടെ കൂടിയത്. അപ്പൊ L പ്ലസ് L ഇൻറ്റു 2/100 എന്ന് പറഞ്ഞു വരും. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്താൽ പുതിയ ലെങ്ത് എത്ര വരും? L പ്ലസ് എത്രയാ? 0.02 L അല്ലേ. അപ്പൊ എത്ര വരും? 1.02 L. ഇതാണ് പുതിയ നീളം അല്ലെ. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? വാട്ട് ഈസ് ദ ലീനിയർ സ്ട്രെയിൻ അല്ലേ ചോദിച്ചേക്കുന്നത്. സ്ട്രെയിന്റെ ഫോർമുല എന്താ? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഓക്കെ, ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ പുതിയ ലെങ്ത് മൈനസ് പഴയ ലെങ്ത്. പുതിയ ലെങ്ത് എത്രയാ? 1.02 L അല്ലേ. പഴയ ലെങ്ത് എത്രയാ? L. സബ്സ്ട്രാക്ട് ചെയ്താൽ എത്ര കിട്ടും? ആൻസർ 0.02 L. പിടി കിട്ടിയോ? ഇതാണ് ചേഞ്ച് ഇൻ ലെങ്ത്. സോ സ്ട്രെയിൻ എങ്ങനെ കണ്ടുപിടിക്കും? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ലെങ്ത് പ്രൊഡ്യൂസ്? 0.02 L ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത് ഈസ് L. L ക്യാൻസൽ ആയി പോകത്തില്ലേ. അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ സ്ട്രെയിൻ ആൻസർ 0.02. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാലോ, സ്ട്രെയിൻ യൂണിറ്റ് ഇല്ല എന്നുള്ള കാര്യം അറിയാലോ. അപ്പൊ നിങ്ങളുടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാ? ഓപ്ഷൻ ഡി. ഓക്കെ, നമുക്കപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 2. A force F applied on a wire increases its length by 2 × 10⁻³ meter. Okay, to increase the wire's length by 4 × 10⁻³ meters, the applied force will be എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അതൊരു ഫോഴ്സ് കൊടുത്തപ്പോൾ വയറിന്റെ നീളം എത്രയായി? 2 × 10⁻³ ആയി. അങ്ങനെയാണെങ്കിൽ 4 × 10⁻³ മീറ്റർ ആക്കാൻ എത്ര ഫോഴ്സ് കൊടുക്കണം എന്നുള്ളതാണ് ചോദ്യം. നോക്കിക്കോളൂ, രണ്ടും നിങ്ങൾ ആദ്യം യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ. y ഈക്വൽ ടു എന്താ? FL by A ഇൻറ്റു ഡെൽറ്റ L. F അപ്ലൈ ചെയ്ത ഫോഴ്സ്, L ലെങ്ത്, A ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഡെൽറ്റ L എന്താ? ചേഞ്ച് ഇൻ ലെങ്ത്. ഇത് യങ്സ് മോഡുലസ്. അപ്പൊ ഞാൻ ചേഞ്ച് ഇൻ ലെങ്ത്തിൽ ഒന്ന് എഴുതാം. ചേഞ്ച് ഇൻ ലെങ്ത് ഈക്വൽ ടു FL by A ഇൻറ്റു I. അപ്പോൾ ഡെൽറ്റ L ആദ്യം നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ഇൻക്രീസസ് ഇറ്റ്സ് ലെങ്ത് എന്ന് പറഞ്ഞേക്കുന്നത്. ഇൻക്രീസസ് ഇറ്റ്സ് ലെങ്ത് ബൈ ഇത്രയും മീറ്റർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ചേഞ്ച് ഇൻ ലെങ്ത് ആണ് തന്നേക്കുന്നത്. F ഇൻറ്റു L by A ഇൻറ്റു Y. ഇനി രണ്ടാമത്തെ കേസിൽ ഇൻക്രീസ് ഇൻ ലെങ്ത് എത്രയാ? 4 × 10⁻³ ആണ്. പക്ഷെ അവിടെ ഉള്ള ഫോഴ്സ് ആണ് നമുക്ക് അൺനോൺ ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ അതിന് F' എന്ന് പറഞ്ഞിടുക. ലെങ്ത് പഴയ ലെങ്ത് തന്നെ. അതായത് രണ്ടും രണ്ട് കേസാണ്. ആദ്യത്തെ ഇപ്പൊ നിങ്ങളുടെ ഒരു നീളമുള്ള വയറുണ്ട്,
അതിനൊരു എഫ് ഫോഴ്സ് കൊടുത്തപ്പോൾ ഇത്രയും നീളം ഇൻക്രീസ് ആയി. രണ്ടാമത്തെ കേസിൽ എഫ് ഡാഷ് ഫോഴ്സ് കൊടുത്തപ്പോൾ അതേ നീളം തന്നെ എഫ് ഡാഷ് ഫോഴ്സ് കൊടുത്തപ്പോൾ ഇത്രയും നീളമായി. അപ്പൊ രണ്ടിന്റെ നീളം എന്ത് തന്നെയാണ്? സെയിം തന്നെ. ഏരിയയും മാറ്റമില്ല, യങ്സ് മോഡുലസിന് മാറ്റമില്ല. അതൊരു കോൺസെപ്റ്റ് ആണ് കേട്ടോ. എന്താ യങ്സ് മോഡുലസിന് മാറ്റമില്ലാത്ത? എന്താ കാര്യം? മെറ്റീരിയൽ എന്ത് തന്നെയാണ്? സെയിം മെറ്റീരിയൽ ആണ്. അതുകൊണ്ടാണ് യങ്സ് മോഡുലസിന് മാറ്റമില്ലാത്തത്. യങ്സ് മോഡുലസ് ചേഞ്ചസ് വെൻ മെറ്റീരിയൽ ചേഞ്ചസ്. മെറ്റീരിയൽ സെയിം ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ രണ്ടിനെ ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ 10⁻³ ക്യാൻസൽ ആവും, 2ഉം 4ഉം ക്യാൻസൽ ആവും, 1/2. 1/2 is equal to ബാക്കി ടേംസ് എല്ലാം ക്യാൻസൽ ആകത്തില്ലേ? എഫ് ബൈ എഫ് ഡാഷ് എന്ന് പറഞ്ഞ് കിട്ടും. എഫ് ഡാഷ് സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2f. സോ നിങ്ങളുടെ കറക്റ്റ് ഓപ്ഷൻ ഏതാ? സി. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫോളോയിങ് വയസ് അല്ലെങ്കിൽ 4 വയസ്സുണ്ട് കേട്ടോ. ഫോളോയിങ് 4 വയസ്സാണ്. ഫോളോയിങ് 4 വയസ് ഓഫ് ലെങ്ത് L, റേഡിയസ് R ആർ മെയ്ഡ് ഓഫ് സെയിം മെറ്റീരിയൽ. കണ്ടോ, 4 വയറുകളുണ്ട്. അതിനെല്ലാം നീളം L ആണ്, റേഡിയസ് R ആണ്, എല്ലാം ഒരേ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. വിച്ച് ഓഫ് ദീസ് വിൽ ഹാവ് ലാർജസ്റ്റ് എക്സ്റ്റൻഷൻ? ഏറ്റവും കൂടുതൽ എക്സ്റ്റൻഷൻ ഏതിൻ്റെ അകത്തായിരിക്കും എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. എപ്പോഴാ? വെൻ ദ സെയിം ടെൻഷൻ ഈസ് അപ്ലൈഡ്. അപ്പൊ നിങ്ങൾ 4 വയസ്സുണ്ടെന്ന് ഇരിക്കും. ഉണ്ടോ? എല്ലാത്തിനും കൊടുക്കുന്ന ഫോഴ്സ് സെയിം തന്നെ. ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് തന്നെയാണല്ലോ. ഫോഴ്സ് സെയിം തന്നെയാണ്. അപ്പൊ ഏതിലായിരിക്കും ഏറ്റവും കൂടുതൽ എക്സ്റ്റൻഷൻ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ യങ്സ് മോഡുലസിന്റെ ഫോർമുല അറിയാലോ, FL/A × Δl. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ടെൻഷൻ, ഏരിയ ബൈ ആർ സ്ക്വയർ. R എഴുതാൻ കാര്യം വെച്ചാൽ നമ്മുടെ ഇതിനകത്തൊക്കെ R ഉണ്ട്, പിന്നെ L Δl. ഓക്കെ, അപ്പൊ ഇവിടെ ടെൻഷൻ അതുപോലെ തന്നെ എഴുതി. ലെങ്ത് എല്ലാത്തിനും സെയിം തന്നെയാണ്. πr² ഞാനിവിടെ എഴുതി. ഈ വൈനെ താഴത്തോട്ട് വന്നു, ഇങ്ങോട്ട് Δl വന്നു. അപ്പൊ നിങ്ങൾ നോക്കാം, എല്ലാത്തിലും ഒരേ ഫോഴ്സാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ടെൻഷൻ പ്രത്യേകിച്ച് എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല, എല്ലാത്തിലും ഒരേ ഫോഴ്സ് ആണ്. ഇനി പൈ കോൺസ്റ്റന്റ് ആണ്, എല്ലാം ഒരേ മെറ്റീരിയൽ ആയതുകൊണ്ട് വൈയും കോൺസ്റ്റന്റ് ആണ്. സോ Δl is directly proportional to എന്താണ്? L/r². അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ എക്സ്റ്റൻഷൻ കിട്ടുന്നതിൻ്റെ അകത്താണ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. എങ്ങനെയാ? നിങ്ങൾ ഓരോ ഓപ്ഷനും ഡിവൈഡ് ചെയ്ത് നോക്കണം. കണ്ടോ, L/r² എടുക്കണം. കണ്ടോ, ഇതുപോലെ ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ആൻസർ ഏതിൻ്റെ അകത്താണ് കിട്ടുന്നത് നോക്കുക. അങ്ങനെ ചെക്ക് ചെയ്താൽ എനിക്ക് കിട്ടിയ ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പൊ നിങ്ങൾ അതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്ന് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇലാസ്റ്റിക് എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം ഇൻ എ സ്ട്രെച്ച്ഡ് വയർ. നോക്കാം, നമ്മളൊരു വയറിനെ സ്ട്രെച്ച് ചെയ്യുകയാണെന്ന് ഇരിക്കും. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ വരച്ച് കാണിച്ചു തരാം. ഒരു വയറിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്യുകയാണെന്ന് ഇരിക്കും. ഇതൊരു സ്പ്രിംഗ് ആണെന്ന് ഇരിക്കും. ഉണ്ടോ? സ്പ്രിങ്ങിന് നമ്മൾ ഇങ്ങോട്ട് ഫോഴ്സ് കൊടുക്കുവാണെങ്കിൽ എന്ത് പറ്റും? അവിടെ ഇവിടെ ഫിക്സ്ഡ് ആണ്. നമ്മൾ ഇങ്ങോട്ട് ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ സ്പ്രിംഗ് എന്ത് ചെയ്യാൻ നോക്കും? റീസ്റ്റോർ ചെയ്യാൻ നോക്കും. അതുപോലെ തന്നെയാണ് വയറുകൾ. വയർ നമ്മൾ ഇങ്ങോട്ട് വലിച്ചാൽ ഈ വയർ തിരിച്ച് റീസ്റ്റോർ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, അപ്പം അതിന്റെ ഉള്ളിൽ ഒരു റിസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ട്. അതൊരു തരം എനർജിയാണ്. ആ എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി. അപ്പം ഇതിന്റെ ഉള്ളിലുള്ള ഇലാസ്റ്റിക് എനർജി ഒരു ഗിവൺ വോളിയത്തിൽ എത്രത്തോളം ഉണ്ട്, അതിന്റെ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. അതിന്റെ ഇക്വേഷൻ ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ആണ്. ഓക്കെ, ഇനി നമ്മുടെ ഓപ്ഷൻ ഞാനിവിടെ എഴുതിയിട്ടില്ല. നമ്മുടെ ഓപ്ഷൻസിൽ അവർ തന്നിരുന്ന ഓപ്ഷൻ ഇതൊക്കെയാണ്. 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് തന്നിരുന്നത് ഹാഫ് ഇൻറ്റു യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ സ്ക്വയർ. ഇനി അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ സ്ക്വയർ. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ ഹാഫ് ഇൻറ്റു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. നാലാമത്തെ ഓപ്ഷൻ ഹാഫ് ഇൻറ്റു യങ്സ് മോഡുലസ് ബൈ സ്ട്രെസ്. അപ്പൊ എന്തായാലും ഒറിജിനൽ ഇക്വേഷൻ അവർ തന്നിട്ടില്ല. അപ്പോൾ ഞാൻ ആ ഓപ്ഷനിലോട്ട് മാറ്റാൻ വേണ്ടി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതുണ്ടോ, y = എന്താ? സ്ട്രെസ് ബൈ സ്ട്രെയിൻ അല്ലേ? അപ്പൊ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെസ് ബൈ y. അപ്പൊ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ബൈ y. സ്ട്രെസിന്റെ സ്ട്രെസ് എന്താ? സ്ട്രെസ് സ്ക്വയർ. ഇവിടെ y കൂടെ വരുമല്ലോ. അപ്പൊ ഹാഫ് ഇൻറ്റു y ഇൻറ്റു സ്ട്രെസ് സ്ക്വയർ. അപ്പൊ നിങ്ങൾക്ക് തന്നേക്കുന്നതിൽ എന്നോട് ഓപ്ഷൻ എഴുതിയില്ല. എനിവേ നിങ്ങളുടെ കറക്റ്റ് ഓപ്ഷൻ ഇതിനകത്ത് വരുന്നത് ഹാഫ് ഇൻറ്റു y ഇൻറ്റു എന്താണ്? സ്ട്രെസ് സ്ക്വയർ. ക്ലിയർ ആണല്ലോ? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തു. സ്ട്രെസ് ഇവിടെ ഈ ഇക്വേഷൻ മറക്കല്ലേ കേട്ടോ. നമ്മളൊരു വയറ്, ആ വയറിലൊരു ഫോഴ്സ് കൊടുത്താൽ അതിന്റെ ഉള്ളിൽ എന്ത് ഡെവലപ്പ് ചെയ്യും? ഒരു പൊട്ടൻഷ്യൽ എനർജി ഡെവലപ്പ് ചെയ്യും. അതിൽ ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ പെർ യൂണിറ്റ് വോളിയം. ഒരു ഗിവൺ വോളിയത്തിൽ എത്രത്തോളം എനർജി ഉണ്ട് അത് റീസ്റ്റോർ ചെയ്യാൻ ശ്രമിക്കുമല്ലോ. അപ്പൊ അതിൻ്റെ ഉള്ളിൽ എനർജി ഉണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിലുള്ള എനർജി കണ്ടുപിടിച്ചെടുക്കാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ. അപ്പം ഞാൻ ജസ്റ്റ് ഈ സ്ട്രെസ്സിന് ചെറിയൊരു മാറ്റം വരുത്തി, സ്ട്രെയിനിന് ഒരു ചെറിയ മാറ്റം വരുത്തി സ്ട്രെസ് ബൈ y അതുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്ത് ഞാൻ ആൻസറിലോട്ട് എത്തും.
അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഇൻ എ സ്ട്രെച്ച്ഡ് വയർ എന്ന് പറഞ്ഞാൽ ഇത് ഇക്വേഷൻ ആണ്. പക്ഷെ മെയിൻ ഇക്വേഷൻ ഇതാണ്. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം, ബൈ ഹാർട്ട് കേട്ടോ, റിസൾട്ട് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, യങ്സ് മോഡുലസ് ഓഫ് പെർഫെക്റ്റ്ലി റിജിഡ് ബോഡി. ഒരു റിജിഡ് ബോഡിയുടെ യങ്സ് മോഡുലസ് എത്രയാന്നുള്ളതാണ് ചോദ്യം. എന്താ യങ്സ് മോഡുലസിന്റെ ഫോർമുല? ലീനിയർ സ്ട്രെസ് അല്ലെ ബൈ എന്താ ലീനിയർ സ്ട്രെയിൻ. ലീനിയർ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിൻ അല്ലേ. നോക്ക്, ഒരു റിജിഡ് ബോഡിയുടെ പ്രത്യേകത എന്താ? അതിനെ നമുക്ക് ഡിഫോം ചെയ്യാൻ പറ്റുമോ? ഇല്ല. റിജിഡ് ബോഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡിഫോം ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിലുണ്ടാകുന്ന സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? 0 ആയിരിക്കും. അതിൽ സ്ട്രെയിൻ ഇല്ല, സ്ട്രെയിൻ 0 ആയിരിക്കും. സ്ട്രെസ് കൊടുക്കാൻ പറ്റും, പക്ഷെ നിങ്ങൾ സ്ട്രെസ് കൊടുത്താൽ അതിൽ എന്ത് കിട്ടത്തില്ല? സ്ട്രെയിൻ കിട്ടത്തില്ല. അത് പെർഫെക്റ്റ്ലി റിജിഡ് ബോഡിയുടെ ഒരു പ്രത്യേകതയാണ്. എന്തിനേയും ഡിവൈഡ് ബൈ 0 ചെയ്താൽ ആൻസർ എത്രയാണ്? ഇൻഫിനിറ്റി. സോ യുവർ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഡി, ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ്, 3 പേരെയും കണക്ട് ചെയ്യുന്ന റിലേഷൻ. അപ്പൊ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം റിലേഷൻ. അതിന്റെ ഓപ്ഷൻ എ ആണ് 9 η b ഡിവൈഡ് ബൈ η പ്ലസ് 3b. ഇതാണ് അതിന്റെ ഓപ്ഷൻ. അത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കാം, റിസൾട്ട് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, യങ്സ് മോഡുലസ് ഡിപ്പെൻഡ്സ് ഓൺ. യങ്സ് മോഡുലസ് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? യങ്സ് മോഡുലസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏതിനെ മാത്രമാണ്? മെറ്റീരിയലിനെ മാത്രമാണ്, വേറെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യത്തില്ല കേട്ടോ. ഇതെല്ലാം ഇതിനകത്ത് ഇത് മാത്രമേ ഇതിന്റെ റൈറ്റ് ഓപ്ഷൻ ആയിട്ടുള്ളൂ, മെറ്റീരിയൽ ഓഫ് ദ വയർ. ഇനി വിച്ച് മെറ്റീരിയൽ ഈസ് മോർ ബ്രിട്ടിൽ? ഏത് മെറ്റീരിയലാണ് കൂടുതൽ പെട്ടെന്ന് ബ്രിട്ടിൽ ആവുന്നത്? എല്ലാം സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ് കേട്ടോ. ഇത് സ്ട്രെസ്സും ഇത് സ്ട്രെയിനുമാണ്. ഇതെല്ലാം സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ് കേട്ടോ. ഇവിടെ സ്ട്രെസ്, ഇപ്പുറത്ത് എന്താണ്? സ്ട്രെയിൻ ആണ്. ശരി, അപ്പോ ഏത് മെറ്റീരിയലാണ് കൂടുതൽ ബ്രിട്ടിൽ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നോക്കെ, ബ്രിട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബ്രിട്ടിൽ എന്ന് പറയുന്നത്. ഈ ബ്രിട്ടിൽ മെറ്റീരിയലുകളുടെ ഒരു പൊതുവെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വളരെ പെട്ടെന്ന് ടെർമിനേറ്റ് ആവും. ഉണ്ടോ? ഇവിടെ നിന്ന് അത്ര പെട്ടെന്ന് ടെർമിനേറ്റ് ആവുന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെ കാണിക്കുന്ന മെറ്റീരിയലുകളൊക്കെ കൂടുതലും പ്ലാസ്റ്റിക് ആണ്. അപ്പൊ ഇതിനകത്ത് ബ്രിട്ടിൽ ആയിട്ടുള്ള മോർ ബ്രിട്ടിൽ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബൾക്ക് മോഡുലസ് ഓഫ് വാട്ടർ നമുക്ക് കണ്ടുപിടിക്കണം. ഇനിഷ്യൽ വോളിയം 100 ലിറ്റർ, ഫൈനൽ വോളിയം 99.5 ലിറ്റർ, പ്രഷർ 100 അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ബൾക്ക് മോഡുലസ് കണ്ടുപിടിക്കണം. എന്താ ബൾക്ക് മോഡുലസിന്റെ ഫോർമുല? dp into v ഡിവൈഡ് ബൈ എന്താ? dv. dp എത്രയാ? അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ് തന്നേക്കുന്നത്. നമുക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ എത്ര തന്നേക്കുന്നത്? 100 atm അല്ലേ തന്നേക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ അതിന്റെ വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ is equal to 1.03 into 10⁵. അപ്പോൾ ഇവിടെ 100 കൂടെ ഉള്ളതുകൊണ്ട് ഇതിവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാവും? 1.013 into 10⁷ വരും. വോളിയം ഇതെന്ന് പറഞ്ഞാൽ ഒറിജിനൽ വോളിയമാണ്. ഇനീഷ്യൽ വോളിയം എത്ര ലിറ്ററാണ്? 100 ലിറ്റർ. നമുക്ക് ലിറ്ററിനെ മാറ്റാം. എങ്ങോട്ട് മാറ്റാം? മീറ്റർ ക്യൂബിലോട്ട് മാറ്റാം. 100 into 10⁻². ഇപ്പം ലിറ്ററിനെ മീറ്റർ ക്യൂബ് ആക്കാനായിട്ട് 10⁻³ ഓക്കെ, ലിറ്ററിനെ മീറ്റർ ക്യൂബ് ആക്കാൻ 10⁻³ അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 10⁻⁻1. ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, താഴെ നമുക്കുണ്ട് വോളിയം, അപ്പൊ ക്യാൻസൽ ആയിക്കോളും. ഞാനിവിടെ ചെയ്തിടുകയാണ്, നിങ്ങൾക്ക് ഇതൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി ചെയ്താണ്. 10⁻⁻1 ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ വോളിയം. എത്രയാണ് ചേഞ്ച് ഇൻ വോളിയം? ഇനിഷ്യൽ വോളിയം 100 ലിറ്റർ, ഫൈനൽ വോളിയം 99.5 ലിറ്റർ. അപ്പൊ ചേഞ്ച് ഇൻ വോളിയം എത്ര വരും? 0.5 ലിറ്റർ അല്ലേ. അപ്പൊ 0.5 മീറ്റർ ക്യൂബ് ആക്കാൻ 10⁻⁻3. 0.5 കൂടെ അപ്പുറത്തോട്ട് മാറ്റുവാണെങ്കിൽ എത്ര വരും? 5 into 10⁻⁻4. ഓക്കെ, ഇതിനെ നിങ്ങൾ സിംപ്ലിഫൈ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൻസർ 2.026 into 10⁻⁹ പാസ്കൽ. അപ്പൊ അതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിൽ നമുക്ക് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് വരാറുള്ളൂ. നമ്മൾ ഇതിന്റെ നെക്സ്റ്റ് കണ്ടിന്യൂഷൻ പാർട്ടുണ്ട്, അത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. അതിൽ നിന്നാണ് കൂടുതലും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറ്. ഇതിൽ നിന്നൊക്കെ ഒരു ക്വസ്റ്റ്യനൊക്കെ വരാറുണ്ട്, പക്ഷെ അതിൽ 1-2 ക്വസ്റ്റ്യൻ 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ വരാറുണ്ട്. ഓക്കെ.